ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ VTS മാൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് VTS വെഡിംഗ് സെന്ററിൽ നിന്നും. ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് VTS മാളിൽ നിന്നും മാത്രം. ഇറിഗേഷൻ വകുപ്പ് ഭൂമിയിലെ മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കരുവാരുകൊണ്ട് കുണ്ടോട്ടപ്പടിയിലെ ചേരിപ്പറമ്പൻ നുഫേച്ചിയുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഞായറാഴ്ച രാവിലെ 10:30 സംഭവം. സുഫൈജയും ഭർത്താവ് അൻവറും ഇവരുടെ മകളും വർഷങ്ങളായി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തും സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയുമാണ് ഒരു വീട് നിർമ്മിച്ചത്. പണികൾ ഏറെക്കുറെ പൂർത്തിയാക്കി റമദാന് ശേഷം ഗൃഹപ്രവേശനത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് മരങ്ങൾ പൊട്ടിവീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചത്. ഇഷ്ടംപോലെ മരങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ ആ മരങ്ങൾ കൂടി ഇതിൻ്റെ ഒപ്പം മുറിച്ച് മാറ്റും. ഈ വന്ന മരത്തിന് എന്താണ് ഇതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടും ആ ബുദ്ധിമുട്ട് അതിന് മാണ്ടപ്പെട്ടവർ അത് ഏറ്റെടുക്കും ചെയ്യുന്നതാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഈ കടം തീർക്കാനും ഈ പരിസരവും തീർക്കാനും ഞങ്ങൾക്ക് കഴിച്ചില്ല. 10 ലക്ഷം റുപ്യാണുണ്ട് ഈ പെരക്കും വേണ്ടിയാണ്. 10-15 ലക്ഷം റുപ്യ കടയിക്കും ഈ കുന്നത്തായതുകൊണ്ട് 10-15. അപ്പം അതിന് എന്താ അതിന് പരിഹാരം വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ 2 പേരുടെ ആധാരം വെച്ചെങ്ങാണ്ടാണ് ഞങ്ങൾ ഈ ലോൺ എടുത്തിരുന്നത്. അല്ലാതെ ഈ 4 സെൻറ്റിന് മാത്രമല്ല, ഞങ്ങൾ പാർക്കണ പരിയും കൂടി ഇനി ബാക്കിയും പാർക്കണ പരിയും കൂടി ഒക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ലോൺ എടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു പെരമേലെടുത്തിരുന്നത്. വീടിന് സമീപത്ത് മുൻപ് ഇറിഗേഷൻ വകുപ്പിന്റെ കനാലുണ്ടായിരുന്നു. ഉപയോഗമില്ലാതെ കിടക്കുന്ന ഈ കനാൽ ഇപ്പോൾ പ്രദേശവാസികൾക്കാകെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇതിലെ മരങ്ങളെല്ലാം ഏത് നിമിഷവും നിലംപൊത്താറായ അവസ്ഥയിലാണ്. ഭീഷണിയായ ഇത്തരം മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇവിടെയുള്ള കുടുംബങ്ങൾ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു വീട് ഇവിടെ കയറ്റി നാളെ മറ്റന്നാൾ കയറി താമസത്തിന് ഒരുങ്ങിയ വീടാണ്. ഇത് അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ആ പെണ്ണ് ഇവിടെ വന്നത്. ആ പെണ്ണ് ഇവിടെ വന്നപ്പോഴാണ് ഈ മരം കടപഴകി ഒന്നായിട്ട് വേറെ മരത്തുമ്പോൾ കൂടി ഒന്നായിട്ട് വീടുകൊണ്ട് നേരെ സൺസൈഡ് മുക്ക് ചെന്നുങ്ങൾക്ക് അടിച്ച് വാക്കെല്ലാം പൊട്ടി തകർന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അരാക്കിൻ്റെ ഒരു മാവ്, അതിന് കൊടുത്തല്ലാത്ത ഒരു വേര് പോലും ഇല്ല. അപ്പോൾ ആ മാവുമ്മയാണ് ഈ മരം കൂടി നിന്നത്. അപ്പോൾ ഇനി അടുത്ത ദുരന്തം പോരാൻ പോണത് ആ മാവ്. ഞായറാഴ്ച രാവിലെ 10:30 സുഫൈജയുടെ വീടിന് മുകളിലേക്ക് മരങ്ങൾ വീണത്. വീടിന്റെ മെയിൻ സ്ലാബിനും ചുമരുകൾക്കും വലിയ തോതിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. വീടിന്റെ കേടുപാടുകൾ തീർക്കാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് കുടുംബം. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്.